ഹാപ്പി ഓണം. അപ്പൊ നമ്മൾ ഓണം സ്പെഷ്യലായിട്ട് ഇന്ന് പൈനാപ്പിൾ പായസമാണ്. സോ അതിന്റെ റെസിപ്പി നോക്കാം. ബൈ. ഈ ഓണത്തിന് എന്തായാലും നമ്മുടെ പ്രഥമനും സേമിയം അല്ലാതെ വേറെ എന്തെങ്കിലും ഒരു പായസം വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പൈനാപ്പിൾ പായസം തന്നെ ട്രൈ ചെയ്യാന്ന് വെച്ചത്. മാരേജിന് ഞാൻ നിർബന്ധം പിടിച്ചിട്ടുള്ള പായസമാണിത്. ശാലിനി ചേച്ചി, നിങ്ങളുടെ ഓണത്തിന്റെ ഒരു ഓർമ്മ പറഞ്ഞു ചേച്ചി. ചേച്ചിയും ഷൈൻ ചേട്ടനും ശരത്തും കൂടെ ഉള്ള ഞങ്ങളുടെ ഓണം ഇവിടെ അപ്പുറത്ത് അയ്യത്തൊരു എന്താണ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര പരിപാടിയായിരുന്നു കേട്ടോ. കുഞ്ഞുനാൾ തൊട്ടേ അവിടെ പുറത്തു നിന്നൊക്കെ ആൾക്കാർ വന്ന് ഡാൻസ് കളിക്കുകയും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. രാത്രിയിലൊക്കെ ഭയങ്കര പരിപാടിയാണ്. എല്ലാവരും കൂടെ പോയി അവിടെയൊക്കെ. ഷൈൻ ചേട്ടനാ ഒരു ഓണം മെമ്മറി? ഒരു ടാർപ്പ അങ്ങോട്ട് കിട്ടും, രാവിലെ ഇട്ട് വൈകുന്നേരം വരുന്ന വിലാമ്പരിശ് കളി. വിലാമ്പരിശായിരുന്നു നിങ്ങളുടെ ഓണമില്ലേ? വിലാമ്പരിശായിരുന്നു. ഓണക്കോടികളോ? ഓണക്കോടി എടുക്കുന്ന മിക്കവാറും തിരുവോണത്തിന്റെ തലേന്ന് രാത്രി 12. അല്ല, കൊച്ചുനാളി ഞങ്ങൾ എല്ലാരും കൂടെ പോയായിരുന്നു എടുക്കുന്നേ. അത് കഴിഞ്ഞ് കുറച്ചും കൂടെ വലുതായപ്പോ ഷൈൻ്റെത് അവൻ തന്നെ കൂട്ടുകാരുമായിട്ട് പോയെടുക്കും. ബാക്കി നിങ്ങളെല്ലാം എന്റേതും ശാലിനി ചേച്ചിയുടെ ഷൈൻ ചേട്ടൻ്റെയൊക്കെ ഓണവിശേഷങ്ങളൊക്കെ കേട്ടു. നമ്മൾ നന്നായിട്ട് പൈനാപ്പിൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ മുള്ളും എല്ലാം നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ 1.5 കിലോയാണ് ഉള്ളത്. ശേഷം നമുക്കൊരു അര തേങ്ങ തിരുമിയെടുക്കണം. അതും നമ്മൾ തേങ്ങാപ്പാലാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്, 1-ാം പാലും 2-ാം പാലും. ഞാൻ ഇതിന് മുന്നേ പശുമ്പാൽ ഉപയോഗിച്ചിട്ട് ഈ പായസം വെച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്രാവശ്യം വീട്ടിലായതുകൊണ്ട് തന്നെ നമ്മൾ തേങ്ങാപ്പാൽ ഉപയോഗിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചവ്വരി വേണം. അതും ഒരു ചെറിയ ഗ്ലാസ് 100 ഗ്രാമാണ്. അത് നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് നേരം വെള്ളത്തിലിട്ടിട്ട് ഒന്ന് കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള നമ്മളുടെ പൈനാപ്പിൾ അതെല്ലാം ചെറിയ ചെറിയ സ്ലൈസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇനി നമുക്കതൊന്ന് മിക്സി ജാറിലിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അങ്ങനെ അതിട്ടിട്ട് അങ്ങ് അടിച്ചെടുത്താൽ മതി. പൈനാപ്പിൾ നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിൻ്റെ മുള്ളും എല്ലാം നമ്മളിവിടെ റിമൂവ് ചെയ്യുന്നുണ്ട്. വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. നന്നായിട്ട് ഗ്രൈൻഡായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ ചവ്വരി ഒന്ന് വേവിച്ചെടുക്കണം. സോ അതിനായിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ആ കുതിർത്ത് വെച്ചിട്ടുള്ള ചവ്വരി അങ്ങനെ ഇട്ടിട്ട് നന്നായിട്ട് ബോയിൽ ചെയ്തെടുക്കുക. അപ്പോൾ ഇപ്പോൾ ഉള്ള വൈറ്റ് എന്നുള്ളത് ട്രാൻസ്പെറൻറ്റ് കളറിലോട്ടാവും. അതുവരെ നന്നായിട്ട് ബോയിൽ ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മുടെ ഈ പൈനാപ്പിൾ നമ്മൾ ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ ഒരു കടിക്കുന്നത് പോലെ വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ചവ്വരി ചേർക്കുന്നത്. അതല്ലാതെ നമുക്ക് മുന്തിരിങ്ങയൊക്കെ അതിലേക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ തേങ്ങാപ്പാൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തിരുകി വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കുക. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. നല്ല കട്ടിയുള്ള പാലായിരിക്കണം 1-ാം പാൽ. അത് പിഴിഞ്ഞെടുത്ത ശേഷം കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ട് ഒന്നും കൂടെ അടിച്ചെടുക്കുക. അതും പിഴിഞ്ഞ് മാറ്റി വെക്കുക. അതാണ് നമ്മുടെ 2-ാം പാൽ. ഇനി നമുക്ക് ശർക്കര പാനിയാക്കണം. ഞാനിവിടെ 1/2 കിലോ ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. 400 ഗ്രാം ടു 500 ഗ്രാമിൻ്റെ ഇടയ്ക്ക് നമുക്ക് നമ്മുടെ മധുരം അനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുപ്പിക്കുക. അത് മാറ്റി വെക്കേണ്ടതാണ്. ശേഷം അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ഉരുളിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ നെയ്യ് ഇടുക. നെയ്യ് ഒഴിച്ച് 2 ടേബിൾ സ്പൂൺ ഒഴിച്ച ശേഷം കശുവണ്ടി, തേങ്ങ, പിന്നെ മുന്തിരിങ്ങ ഇത്രയും കൂടെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അത് നന്നായി റോസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മളത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുക. ഇനി നമുക്ക് ഈ നെയ്യിലോട്ട് തന്നെയാണ് നമ്മുടെ പൈനാപ്പിൾ ഒഴിക്കണം. അപ്പം ഞാനിവിടെ 1 ടേബിൾ സ്പൂണും കൂടെ നെയ്യ് ആഡ് ചെയ്ത ശേഷമാണ് നമ്മുടെ പൈനാപ്പിൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ജ്യൂസും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു വെള്ളമൊക്കെ കുറച്ചൊന്ന് വറ്റി ഒന്ന് കുറുകി വരാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ ഇനി അത് ആ കുറുകി വരുന്ന ടൈമിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എപ്പോഴും ശർക്കര നമ്മൾ ഒരു സ്ട്രെയിനർ വെച്ചിട്ട് സ്ട്രെയിൻ ചെയ്തിട്ട് മാത്രമേ അതിലേക്ക് ആഡ് ചെയ്യാവുള്ളൂ. അതിലെന്തെങ്കിലും അഴുക്കുകളോ പൊടികളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറിപ്പോകാൻ വേണ്ടിയിട്ടാണ്. സോ ഇനി ശർക്കര പാനിയും കൂടെ ചേർത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതൊന്ന് ബോയിലൊക്കെ ആയി വരണം. സോ ശർക്കരയും കൂടെ ഒഴിച്ച് കഴിയുമ്പോഴത്തേന് ആ കളർ യെല്ലോയിൽ നിന്ന് കുറച്ച് ഡാർക്ക് കളറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതും ഒന്ന് ബോയിലായി കഴിയുമ്പോഴത്തേന് നമ്മളിനി വേവിച്ച് വെച്ചിട്ടുള്ള ചവ്വരിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ശരിക്കും ഈ ഗ്രൈൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ പായസം കുടിക്കുമ്പോൾ ഒന്നും കടിക്കുന്നതിനായിട്ട് കിട്ടത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ചേറെ ക്വാണ്ടിറ്റി ചവ്വരി ആഡ് ചെയ്യുന്നത്. നമുക്ക് ചിലപ്പം ഇവിടെ പറയുന്നുണ്ടായിരുന്നു മുന്തിരിങ്ങയും ചേർക്കാവുന്ന. അപ്പം ഞാനത് കഴിച്ചിട്ടില്ല ഇതുവരെ. സോ അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് അതും ഉപയോഗിക്കാവുന്നതാണ്. സോ അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് ഇനി നമ്മൾ 2-ാം പാലാണ് ചേർക്കുന്നത്. സോ അതും കൂടെ ചേർത്തിട്ട് ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം.
ഞാൻ ഇതുവരെ ആദ്യമായിട്ടാണ് തേങ്ങാപ്പാൽ ഉപയോഗിച്ചിട്ട് ഇത് വെക്കുന്നതിന് മുന്നേ പശുവും പാൽ ഉപയോഗിച്ചിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ തേങ്ങാപ്പാൽ അമ്മ കുറച്ച് പണിയാണല്ലോ, അപ്പോൾ നമ്മൾ വീട്ടിലെല്ലാവരും കൂടെ ഉള്ളപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പൊക്കെ ചെയ്തിട്ട് അമ്മയാണ് തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പറ്റിയിട്ടുണ്ട്. സോ ഓണത്തിന് നമുക്കൊരു ഡിഫറെൻറ്റ് ടേസ്റ്റിൽ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ ആ തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചൊന്ന് ബോയിലായി വരുമ്പോഴത്തേക്കിന് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ തേങ്ങാക്കൊത്തും അതുപോലെ തന്നെ കശുവണ്ടിയും മുന്തിരിങ്ങയും എല്ലാം കൂടി ഇട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ക്വാണ്ടിറ്റി ഞാൻ കുറച്ച് ഏറെ എടുത്തിട്ടുണ്ട്. ഞാൻ എഗെയിൻ പറയുന്ന പോലെ തന്നെ അതൊരു ഭംഗിയും അതുപോലെ തന്നെ നമുക്ക് ഇടയ്ക്ക് പായസം കുടിക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റും കൂടെ തരുന്നതിന് ഹെൽപ്പ് ചെയ്യും. ശേഷം ഏലക്ക പൊടിച്ചത്, ജീരകം, ചുക്ക്, ഇത് മൂന്നും നമ്മൾ കുറച്ച് ഒരു 1/2 ടീസ്പൂൺ വീതം ചേർക്കുന്നുണ്ട്. ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഞാൻ ടേസ്റ്റ് എല്ലാം കൂടെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. സോ അത് ഇവിടെ ക്യാപ്ചർ ആയിട്ടില്ല, അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഉപ്പും ഒരു നുള്ളു ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സോ അതും കഴിഞ്ഞിട്ട് ഇനി ലാസ്റ്റ് നമ്മളുടെ മെയിൻ ഒന്നാം പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം കുറച്ച് ലൂസ് പോലെ തോന്നുന്നുണ്ടെങ്കിലും നമ്മളൊന്ന് ബോയിൽ ചെയ്തെടുക്കുമ്പോഴത്തേക്കിന് അത് കുറച്ചുകൂടെ തിക്കായിട്ട് വരും. ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്കിനും നമ്മുടെ ആ നെയ്യുടെ ഒരു മണവും അതുപോലെ തന്നെ പൈനാപ്പിളിൻ്റെയും എല്ലാം സ്മെല്ല് നമുക്ക് കിട്ടിത്തുടങ്ങും. അപ്പം ഇതൊരു വെറൈറ്റി ടേസ്റ്റാണ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ എൻ്റെ കല്യാണത്തിന് ഞാൻ മസ്റ്റായിട്ട് വേണമെന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡിഷായിരുന്നു പൈനാപ്പിൾ പായസം. സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം. വളരെ ടേസ്റ്റിയാണ്, വെരി ഡിഫറെൻ്റ്, ഒരു കുറേ പ്രോസസ്സ് ഇൻവോൾവ് ആണ്, എന്നാൽ കൂടിയും നമുക്കൊരു വെറൈറ്റി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണ്. അപ്പം ഞാൻ ഓണമൊക്കെ ആയതുകൊണ്ട് കുറച്ച് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടാണ് സെർവ് ചെയ്യുന്ന വീഡിയോ ഒക്കെ എടുത്തിട്ടുള്ളത്. അപ്പം ജാൻജുവിനും ആരുവിനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. രണ്ടുപേരും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് ഇത് കുടിച്ചത്. അപ്പം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഡെഫിനറ്റ്ലി എങ്ങനെയുണ്ടെന്ന് ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല, ശരിക്കും കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടു. പിള്ളേർക്കൊക്കെ അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. രണ്ടുപേരും നന്നായിട്ട് കുടിച്ചു, വലിയവർക്കും അതുപോലെ തന്നെ. അപ്പോൾ എല്ലാവരും വീഡിയോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. വൺസ് അഗെയിൻ ഹാപ്പി ഓണം. സോ നെക്സ്റ്റ് വീഡിയോ വരുന്നുണ്ടെങ്കിൽ വരെ താങ്ക് യു ഗൈസ്, ബൈ.